ഈ ചിന്തയിൽ ബി ഫാത്തിമ കരഞ്ഞില്ലയോ? അവരെന്ന് മധുവിധു തന്നെയും മറന്നില്ലയോ? അവർക്കുള്ള പുതുമാരൻ അലി അവരല്ലയോ? അവരിരുവരന്ന് സുജൂദിലായി കഴിഞ്ഞില്ലയോ? ഇവരന്യ പുരുഷനിൽ നിന്നൊഴിഞ്ഞവരല്ലയോ? നേതൃത്വവും സ്വർഗത്തിലന്നവർക്കല്ലയോ? ജിസ്മാനിയായ നഫാസത്താണേ സീനത്ത്, അതിലാ ജനങ്ങൾക്കുള്ള മുഴുവൻ റഗ്ബത്ത്. റൂഹാനിയായ നഫാസത്തിൽ അത്തഖ്വയാ, റബ്ബിൻ്റെ അടുക്കൽ സീറ്റ് അതിനും തന്നെയാ. സൗന്ദര്യമന്യരിൽ കാട്ടലും ശരിയല്ല, അതിനുള്ള തെളിവിന് കൂടുതൽ തരുന്നില്ല. ഇതുപോലെ ശറഇൽ മുങ്കറായി പറയുന്നത് എന്നുള്ള മിക്കതിലും അതാ നടക്കുന്നത്. അതുകൊണ്ട് അവ ഉൾക്കൊണ്ട കല്യാണങ്ങളിൽ പാടില്ല പങ്കെടുക്കൽ, ഹറാമാ നിയമമിൽ. മിർഖാത്ത് 3 നോക്കിയാൽ കാണുന്നതാ, 480 ചേർന്നതാ. പറയുന്നു സയ്യിദുന അലി റളിയല്ലാഹ്, ചോദിച്ചു സദസ്സിൽ മുസ്തഫ സ്വല്ലല്ലാഹ്, സ്ത്രീകൾക്ക് ഹൈറേതെന്ന് പറയുക നിങ്ങളും, മറുപടി കൊടുക്കാതെ പിരിഞ്ഞത് ഞങ്ങളും. വീട്ടിൽ കടന്നു അലിയെ ഫാത്തിമയോടിത് ചോദിച്ചതിന് ജവാബിതാണ് കൊടുത്തത്. കാണാതിരിക്കണം അന്യപുരുഷൻ അവളെയും, അതിലാണ് പെണ്ണിന് ഹൈറ് ഇന്നും നാളെയും. പിന്നീട് സയ്യിദുന അലി നബിയോട് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞവരോട്, ഒരു കഷണമാണവളും അതെന്നിൽ നിന്ന, അപ്പോൾ ജവാബ് പറഞ്ഞതും ശരി തന്ന.